സുഗന്ധങ്ങളാലും പരസ്നേഹ പ്രവൃത്തികളാലും നമ്മുടെ ഹൃദയമാനസങ്ങളെ ഒരുക്കുന്ന ആഗമനകാലം വീണ്ടും വരവായി. മനുഷ്യനെ ദൈവികനാക്കാൻ ദൈവ മനുഷ്യനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ക്രിസ്മസ് ദിനവും. എന്നും നമ്മോടൊപ്പം വസിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയുടെ കൂടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഈ ആഗമന കാലത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഇന്നത്തെ ദിനം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒരിക്കലും തൃപ്തിയടയാത്ത, എപ്പോഴും പരാതി പറയുന്ന കുട്ടികൾക്ക് തുല്യമായ ചില മനുഷ്യരെയാണ് യേശു ഇന്നേ ദിനം നമുക്ക് മുൻപിൽ വ്യക്തമാക്കുന്നത്. കഠിന തപസ് ചെയ്ത യേശുവിനെ ജനം പിശാച് ബാധിതനെന്നും സൗഹൃദത്തിലൂടെയും വിരുന്നിലൂടെയും മനുഷ്യരുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചവനെ ഭോജനപ്രിയനെന്നും അവർ വിളിച്ചു. യാഥാർത്ഥ്യങ്ങളോടല്ല, തോന്നലുകളോടാണ് ജനത്തിന് മതിപ്പ്. അവരെ ചന്തസ്ഥലത്തെ ബാലന്മാരോടാണ് യേശു ഉപമിക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെയും നമ്മെ ഇഷ്ടമില്ലാത്തവരെയും നാം എത്ര വിദഗ്ധമായാണ് ഒഴിവാക്കുന്നത്. ജീവിതത്തെ നവീകരിക്കാൻ ക്ഷണിക്കുന്ന വെല്ലുവിളികളാണ് അവയെന്ന് നാം മറന്നു പോകുന്നു. നമ്മെ രൂപപ്പെടുത്തുന്നത് നമുക്ക് ഇഷ്ടമുള്ളവരും നമ്മെ സ്നേഹിക്കുന്നവരും മാത്രമല്ല എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിനെ ഈശോയ്ക്ക് പിറക്കാൻ സുഹൃതങ്ങളാലും പുണ്യങ്ങളാലും ഒരുക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. രാജനീതിയിൽ ദീപമായി മാനവർക്ക് സ്തുതിയായിതാ.